മംഗളവാർത്ത. തിരുനാൾ. അനാദി മുതൽ ദൈവപുത്രൻ്റെ അമ്മയാകാൻ വിളിക്കപ്പെട്ട മറിയം പ്രായപൂർത്തിയായ വേളയിൽ സ്വന്തം വീട്ടിൽ പ്രാർത്ഥനാ നിമഗ്നതയായി ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവളെ, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്നുച്ചരിച്ചു. ദൈവത്തിൻ്റെ വലിയ കൃപയായിരുന്നു അത്. മനുഷ്യ സൃഷ്ടിയാണെങ്കിലും അമലോത്ഭവിയായി സൃഷ്ടിക്കപ്പെട്ടവൾ. ഇന്ന് അവളിൽ മറ്റൊരത്ഭുതവും നടക്കുവാൻ ദൈവം തീരുമാനിച്ചായി. ഗർഭിണിയായി കുഞ്ഞിനെ പ്രസവിച്ചാലും കന്യകയായി തന്നെ നിലനിർത്താൻ ദൈവം തീരുമാനിച്ചു. ദൈവത്തിന് എല്ലാം സാധ്യമാണല്ലോ. പ്രായാധികം കഴിഞ്ഞ സക്കേവൂസിനും എലിസബത്തിനും ഒരു കുഞ്ഞ് ജനിക്കുമെന്ന് അറിയിച്ച അതേ മാലാഖ തന്നെയാണ് ഇത് മറിയത്തിന് മുമ്പിൽ എളിമയോടെ കാത്തു നിൽക്കുന്നത്. എലിസബത്തിൽ ഇത് സംഭവിച്ചെങ്കിൽ മറിയത്തിൻ്റെ കാര്യത്തിലും ഇത് അനർത്ഥമായി തീരും. പക്ഷേ പുരുഷനെ അറിയാത്തവൾ, കന്യാത്വത്തിന് ദൈവത്തിന് സമർപ്പിച്ചവൾ എങ്ങനെ ഗർഭവതിയാകും എന്ന സംശയം സ്വാഭാവികമാണ്. ക്ഷമയോടുകൂടി അതിനും മാലാഖ ഉത്തരം പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങിവരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. മാലാഖ പറയാതെ തന്നെ കന്യക ഗർഭത്തെക്കുറിച്ചും അവളും വായിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് തന്നിലാണ് നിറവേറ്റപ്പെടാൻ പോകുന്നതെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുവാൻ അവൾക്ക് കഴിഞ്ഞില്ല. കൃപയുടെ ദാതാവ് തൻ്റെ കൃപയായി കാത്തു നിൽക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞതും ദൈവത്തിൻ്റെ പദ്ധതിയോട് സഹകരിക്കുവാൻ അവൾ മുന്നോട്ട് വന്നു. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ ഭവിക്കട്ടെ. സൃഷ്ടിയുടെ ഉടയവൻ സൃഷ്ടിക്ക് വിധേയപ്പെടുന്ന നിമിഷമായിരുന്നു അത്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മംഗളവാർത്തയുമായി വന്ന ദൈവദൂതൻ അതിലും വലിയ മംഗളവാർത്തയുമായി സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി. അല്ല, സ്വർഗം ഇനി മുതൽ മറിയത്തിൻ്റെ ഉള്ളിലേക്ക് ആവഹിക്കപ്പെട്ടു. അവൾ ചലിക്കുന്ന ഒരു സക്രാരിയായി രൂപാന്തരപ്പെട്ടു. അതേ ദൈവം ഇന്ന് നമ്മുടെ ഹൃദയത്തിലും വസിക്കുന്നുണ്ട്. ദൈവപുത്രനെ സ്വീകരിച്ച മറിയത്തിൻ്റെ അതേ ചൈതന്യത്തോടെ നമ്മളും ലോകത്തിലായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു.